ഹലോ ഗൈസ്, ഇന്നേക്ക് കർക്കിടക മാസം തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഏകദേശം എല്ലാ അമ്പലത്തിലും കർക്കിടക മാസം ആയതുകൊണ്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ കഞ്ഞി കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് അമ്പലത്തിലെ കർക്കിടക കഞ്ഞി കുടിക്കാൻ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ. രാവിലത്തെ കുളി കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് കുറച്ചു ദൂരം നടക്കാനുള്ളതുകൊണ്ട് ലിഫ്റ്റ് പിടിക്കാൻ വിചാരിച്ചപ്പോഴാണ് റോട്ടിൽ ഒരു വണ്ടി പോലും കാണാനില്ല. അങ്ങനെ ഇപ്പൊ നടന്ന് നേരെ ഇത് അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തെത്തി തൊഴുതൊന്ന് കുറിയെല്ലാം ഇട്ട് നേരെ ഇപ്പൊ കഞ്ഞി കുടിക്കാൻ പോകുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നല്ല തിരക്കുറവാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഞ്ഞിയെല്ലാം വാങ്ങി നേരെ കുടിക്കാതിരിക്കും. കുറച്ച് കഴിഞ്ഞ് സ്കൂളത്തെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാൻ വരും. അതുകൊണ്ട് തിരക്കാവും വേണ്ടിയാണ് നേരത്തെ വന്നിരിക്കുന്നത്. ഇന്ന് കഞ്ഞിയുടെ കറിയായിട്ടുള്ളത് കേബേജും പരിപ്പും കൂടിയുള്ള കറിയും നാരങ്ങ അച്ചാറുമാണ് കേട്ടോ. അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ കിണ്ണം കഴുകാൻ പോകുന്നു കേട്ടോ. അവിടെ മറ്റേ മഴ പെയ്താൽ നിൽക്കാനായിട്ടുള്ള ഷെഡും ഉണ്ട് അവിടെ തന്നെ. അങ്ങനെ കിണ്ണമെല്ലാം കഴുകി കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നേരെ ഇപ്പൊ ആൽമരത്തിന്റെ ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ആൽമരത്തിന്റെ കാറ്റെല്ലാം കൊണ്ട് ഫോൺ നോക്കിയിട്ടാണെങ്കിലും വെറുതെ ഇരിക്കാനാണെങ്കിൽ നല്ലൊരു സുഖം തന്നെയാണ്. ഇതായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്പലക്കോണം കേട്ടോ. അവിടെ കുറച്ചു നേരം നിന്ന് വെയിൽ വരുന്നോട് നേരെ ഇതാ നടന്ന് വീട്ടിലേക്ക് പോകുന്നു. വരുന്ന വഴിക്ക് നല്ല വെയിലുള്ള കാരണം ഒരു കടയിൽ കയറി ഒരു തണുത്ത ജ്യൂസ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ജ്യൂസിന് നിങ്ങളോട് എന്താ പറയുക വെച്ചാൽ കമന്റ് ചെയ്യട്ടെ. ഞാൻ അതിനെ പച്ചക്കുപ്പി എന്നാ പറയുക. പച്ചക്കുപ്പി കുടിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ വെച്ച വിജയുടെ ഫോട്ടോ ഉള്ള പുളിപ്പൊടിയും പുളിജാമൊക്കെ കോലുമുട്ടയൊക്കെ കണ്ടത്. ഇവിടെ നല്ല ഓരോന്നായി വാങ്ങി ഒരു കോലുമുട്ടയെ എടുത്ത് വായിലിട്ട് നേരത്തെ ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടിട്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.